നിങ്ങൾക്കില്ലേ പുട്ട് ഉണ്ടാക്കാൻ അറിയാം? അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അറിയാത്തവരൊക്കെ ഇങ്ങോട്ട് വന്നു കാണിച്ചു തരാം. നല്ല പഴുത്ത മാങ്ങയിട്ടേ അതിൻ്റെ കൂടെ കുഴച്ചിട്ട് റെഡി വേറെ ലെവലാണ്. സോഫ്റ്റ് പുട്ടും നല്ല പഴുത്ത മാങ്ങയും ഒന്നൊന്നര കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമുക്കൊരു പാത്രം എടുത്തിട്ടില്ലേ, അതിലേക്ക് 3/4 കപ്പ് പുട്ടുപൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനിയും കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, വീണ്ടും നമുക്ക് കുഴക്കാം. അപ്പം വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി വീണ്ടും കുഴച്ചെടുക്കാം. ആ അരി മൊത്തത്തിൽ കുഴച്ചെടുക്കണേ. ഏകദേശം ഈ പരുവത്തിൽ ഇങ്ങനെ ഒരു കട്ട പിടിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ വരണം. ഇപ്പോൾ കറക്റ്റ് പരുവം, കട്ട പിടിക്കാതെ. ആ ബാക്കിയുള്ള കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഈ പരുവത്തിലായാലും നമ്മൾ പുട്ടുപൊടി റെഡിയായി. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു, കുക്കർ വെക്കുന്നു. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിനു മുമ്പില്ല ആ വിസിലില്ലേ, വിസിലിൻ്റെ വെയിറ്റ് മാറ്റി വെക്കണേ. ആ സമയത്ത് നമുക്ക് പാത്രത്തിലേക്ക് പുട്ടിൻ്റെ ഐറ്റം. ഇനി നമുക്ക് അതിലേക്കില്ലേ ചിരവിയ തേങ്ങ ഉണ്ട്, അത് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് 4 ഭാഗം ഒന്ന് സ്പൂണിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി പുട്ടുപൊടി വീണ്ടും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയും പൊടി. ഇനി നമ്മൾ ചിരവിയ തേങ്ങ, ഇനി ബാക്കിയുള്ള പൊടിയും കൂടി അങ്ങോട്ട് കൊടുക്കുന്നു. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കേട്ടോ ഈ പൊടിനെ കൊണ്ട്. ഇനി നമുക്ക് മുകളിൽ തേങ്ങ അതും കൂടി ഇതിൽ നമുക്ക് അടച്ചു വെക്കാം. ഇനി നേരെ നമ്മൾ സ്റ്റീമായി നോക്കണ്ടേ, അതിൽ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്താൽ ഇതുപോലെ വെച്ചെടുത്താൽ കാറ്റ് വരും. അപ്പോൾ നമുക്ക് ആ പുട്ടിൻ്റെ പാത്രം അങ്ങ് വെച്ച് കൊടുക്കുന്നു. ഇനി മുകളിലെ സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക, നല്ല സ്റ്റീം വരും. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പുട്ട് റെഡിയായി. നോക്കിയേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് നമ്മൾ പുട്ടും. നോക്കിയാൽ നല്ല ആവിയൊക്കെ പറന്ന് വരുന്ന വാ. ഇനിയാണ് മക്കളെ നമ്മളെ തിന്നൽസ്. കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ പഞ്ചസാരയും കൊണ്ട് കൊടുത്ത് ഇനി നമ്മൾ മാങ്ങ നല്ലോണം പഴുക്കണേ, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് വരിക. അതും കൂടി അങ്ങ് കുഴച്ചിട്ട് ഒരട്ടിയാണ് മക്കളെ. നല്ല പൊളപ്പൻ ഐറ്റമാണേ, എമ്മാതിരി ടേസ്റ്റാണെന്നറിയാം. ഇനി നമുക്ക് തിന്നോക്കണ്ടേ. ബിസ്മില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ, ഒരു വെറൈറ്റി ടേസ്റ്റ്. എപ്പടി